ഉപരോധമുള്ള രാജ്യമാണല്ലോ മാഷെ ഇറാൻ. പക്ഷേ വീണ്ടും ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് UN. എന്താണ് അതിന് കാരണം? മറ്റൊന്ന്, ഈ ഉപരോധം ഏർപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം കാലങ്ങളായിട്ട് പലതരത്തിലുള്ള ഉപരോധങ്ങൾ കൊണ്ട് വലയുന്ന രാജ്യം കൂടിയാണ്. പക്ഷെ അവരത് പുറമേ കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പുറംമോടിയിലൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് പോലെ അതിന്റെ വളർച്ചയെ സാരമായി ഇത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കൻ ഉപരോധം അല്ലെങ്കിൽ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം കൊണ്ട് ഏറ്റവും കൂടുതൽ ക്ഷീണം നേരിട്ട രാജ്യം തന്നെയാണ് ഇറാൻ. അവരത് ആ പുകമറ, ഇരുമ്പുമറ കൊണ്ട് മറച്ചു പിടിക്കുകയാണ്. ഇറാൻ വലിയ തോതിൽ നടുവൊടിഞ്ഞ് തകർന്ന് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ വെച്ചാൽ ഇറാൻ്റെ സാമ്പത്തിക സഹായം കിട്ടിയിരുന്ന ഒട്ടേറെ സംഘടനകൾ, ഇസ്ലാമിക സംഘടനകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും നിർത്തി. അവർക്ക് ആരെയും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഈ ഉപരോധത്തിന് നമുക്ക് ന്യായീകരിക്കാനാവാത്തൊരു കാരണമുണ്ട്. ഒന്ന്, എന്തിനാണ് ഉപരോധം? ഇപ്പോൾ ഒരു രാജ്യം അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിക്കുകയും സംഭരിക്കുകയും വാങ്ങിക്കൂട്ടുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആയുധങ്ങളുണ്ടല്ലോ, ആ ആയുധങ്ങൾ എന്താവണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അതാത് രാജ്യമാണ് തീരുമാനിക്കേണ്ടത്. വേറൊന്ന്, അത്തരം ആയുധങ്ങൾ വേണ്ട എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം എന്തൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഡിഫൻസിന് എന്തൊക്കെ ആയുധങ്ങൾ വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് തന്നെയാണ്. അന്യരാജ്യത്തോട് അത് തിട്ടൂരം കൊടുക്കാനുള്ള എന്താ കാരണം? അവൻ എന്തെങ്കിലും നമുക്കെതിരെ വന്നേക്കാം. ആ കാരണം കൊണ്ട് അവൻ്റെ ആയുധങ്ങൾ തന്നെ പാടില്ല, അവൻ്റെ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും പാടില്ല, അവന് പട്ടാളം പാടില്ല, പട്ടാളത്തിന് പരിശീലനം പാടില്ല, പുതിയ പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും പോലെയാണല്ലോ. ഒരു ആധുനിക ജനാധിപത്യ സങ്കല്പത്തിന് നിരക്കാത്ത, ഒരിക്കലും ഒരു ആധുനിക രാഷ്ട്ര സങ്കല്പത്തിന് നിരക്കാത്ത ഒന്നാണ് ഈ ഉപരോധം എന്ന് പറയുന്ന ഏർപ്പാട്. ഉപരോധം അതിന് ന്യായമായ കാരണവും വേണം. ഇപ്പോൾ ഇറാൻ ഇത്തരം ഉപരോധങ്ങൾ നേരിട്ടതാണ്. അമേരിക്കൻ ഉപരോധങ്ങളാണ് ഏറ്റവും കൂടുതൽ. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ ഈ ഉപരോധം കിട്ടിയിട്ടുണ്ട്. അമേരിക്കയുടെ ഉപരോധം നേരിടാത്ത രാജ്യങ്ങളില്ല. ഈവൻ ചൈനയും റഷ്യയും പോലും അമേരിക്കയുടെ ഉപരോധം നേരിട്ടിട്ടുണ്ട്. ഇന്ത്യ ഇഷ്ടം പോലെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാനാണ് ഏറ്റവും കൂടുതൽ നേരിട്ടത്. അതിൻ്റെ കാരണം വെച്ചാൽ ഇറാൻ ഉണ്ടായ കാലം തൊട്ട് 1979 അവിടുത്തെ ഇസ്ലാമിക വിപ്ലവം വന്ന കാലം തൊട്ട് തന്നെ അമേരിക്ക വലിയ പിശാചാണ്, അമേരിക്കയെ ഞങ്ങൾ വകവരുത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടുത്തെ ഒരു ദുർബലമായ മുദ്രാവാക്യമായിട്ട് തള്ളിക്കളഞ്ഞാൽ മതി. പക്ഷേ അതിൻ്റെ പേരിൽ ഇറാനെ നിരന്തരമായി സാമ്പത്തിക ഉപരോധം, ഈ സൈനിക ഉപരോധം അതിലൂടെ സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ്. ഒടുവിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് 2015 UN മുൻകൈ എടുത്തിട്ട് 10 കൊല്ലം മുമ്പ് ഒരു കരാർ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ പേര് JCPOA ആണ്. JCPOA എന്ന് പറയുന്നത് ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. UN-ൻ്റെ ഒരു പ്ലാനാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് സമഗ്രമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് രേഖയാക്കി. ആ രേഖയിൽ ഇറാൻ ഉൾപ്പെടെ സമ്മതിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഈ ആഭ്യന്തരമായ ആവശ്യങ്ങൾക്കല്ലാതെ അണുശക്തി ഉപയോഗിക്കുകയില്ല. കാരണം ആണവശക്തി കൊണ്ട് വൈദ്യുതി നിർമ്മിക്കാമല്ലോ, ആണവശക്തി കൊണ്ട് റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞല്ലോ ഏത് രാജ്യത്തിനും എന്തൊക്കെ സംഭരിക്കണം എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. പക്ഷേ ഇറാനെ എല്ലാവരും ഭയക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അതൊരു മതഭരണകൂടമായതുകൊണ്ടല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മതഭരണകൂടം ആയതുകൊണ്ട് അവരുടെ ആക്ഷൻ പ്ലാൻ എന്താവും നമുക്ക് പറയാൻ വയ്യ. പ്രത്യേകിച്ചും മതത്തിൻ്റെ പേരിലാണ് അവർ ശത്രുവിനെ പ്രഖ്യാപിക്കുന്നത്, രാഷ്ട്രീയമായ കാരണങ്ങളല്ല. അതുകൊണ്ട് ഇറാനെ ഭയക്കുന്നതിന് ന്യായമുണ്ട് എന്ന് പറയാം. അതേസമയത്ത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഭയമുള്ള കാരണങ്ങൾ വേറെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്തിനാണ് റഷ്യക്കെതിരെ ഉപരോധം? അവർ കമ്മ്യൂണിസ്റ്റ് രാജ്യം. സോവിയറ്റ് യൂണിയനെതിരെ എന്തിനായിരുന്നു ഉപരോധം? കൊറിയ 2 കൊറിയ ഉള്ളതിൽ ഒരു കൊറിയയോട് എന്തിനാണ് ഉപരോധം? അങ്ങനെയുണ്ടല്ലോ. സൗത്ത് കൊറിയയോട് വിരോധമില്ല, നോർത്ത് കൊറിയയോട് വിരോധം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഉപരോധം കൊടുക്കണം. അതിൽ മതം മിക്കവാറും ഒരു ഘടകമായിരുന്നില്ല. പ്രശ്നം ഇതാണ്, ശത്രു അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ സംഭരിക്കുന്നതിന് അവന് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ? അത് അവൻ്റെ സ്വാതന്ത്ര്യമല്ലേ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. വേറൊന്ന്, ഈ 2015 കരാറ് പാലിച്ചു പോകുന്നതാണ് ഇറാൻ. ഇപ്പോൾ ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് UN തന്നെ അത് പുനഃപരിശോധിച്ചിരിക്കുന്നു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് UN പുനഃപരിശോധിച്ചിരിക്കുന്നു. എന്താണ് UN-ൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത്? ഇറാൻ ആ കരാർ ഇപ്പോഴും പാലിക്കുന്നില്ല. ഇറാൻ ആണവായുധങ്ങൾ സംഭരിക്കുന്നുണ്ട്, അതുകൊണ്ട് ലോകത്തിനത് ഭീഷണിയാണ്. അതുകൊണ്ട് ഇറാനെ എതിരായിട്ട് അമേരിക്ക മാത്രമല്ല UN അംഗരാജ്യങ്ങൾ മുഴുവനും ഉപരോധം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞ് സമ്മർദ്ദം വന്നപ്പോഴാണ്. ഇനി അത് കേട്ട ഉടനെ തന്നെ ഇറാൻ്റെ പ്രതിനിധി അപ്പം തന്നെ പ്രതികരിച്ചു. ഇറാൻ പറഞ്ഞു, ശരിയല്ല, ഞങ്ങൾ കരാർ ലംഘിച്ചിട്ടില്ല, ഞങ്ങൾ ആയുധം നിർമ്മിക്കുന്നില്ല. അപ്പോൾ എന്താ ഉത്തരം? അങ്ങനെയല്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ചാരസംഘടന കണ്ടെത്തിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് അവരുടെ സമ്മതം പോലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഏറ്റവും ചുരുങ്ങിയത്
അവർ സമ്മതിക്കണം, അല്ലെങ്കിൽ അതിനൊരു വസ്തുതാന്വേഷണ കമ്മീഷനെ UN വെക്കാം. ആ കമ്മീഷൻ പോയി എൻക്വയറി നടത്തി കണ്ടെത്തണം. അതൊന്നുമല്ല. അമേരിക്കൻ ചാരപ്പോൾ CIA കണ്ടെത്തിയിരിക്കുന്നു ഇറാനിൽ ആണവായുധമുണ്ട്, അല്ലെങ്കിൽ മൊസാദ് കണ്ടെത്തിയിരിക്കുന്നു ഇറാനിൽ ആണവായുധമുണ്ട്. അതാണ്. അപ്പോൾ എതിരാളിയുടെ കയ്യിൽ ആയുധമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് നമ്മൾ തന്നെ ഉപരോധം ഏർപ്പെടുത്തുക. ഇത് അശാസ്ത്രീയമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആഗോള നയതന്ത്രത്തിന് വിരുദ്ധമാണ് എന്നാണ് പുതിയ ചർച്ച. അതുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ UN ഈ ഉപരോധ ചർച്ച വന്നു. എന്തൊക്കെയാണ് ഇറാൻ ഇത് ലംഘിച്ചിരിക്കുന്നു എന്ന് UN അങ്ങോട്ട് പ്രഖ്യാപിച്ചു. UN പ്രഖ്യാപിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ UN സെക്യൂരിറ്റി കൗൺസിലാണ് മിക്കവാറും ഇത് തീരുമാനിക്കുക. ആ സെക്യൂരിറ്റി കൗൺസിലിൽ എപ്പോഴും ഈ US, UK, ഫ്രാൻസ്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുൻതൂക്കമുണ്ട്. 5 രാജ്യങ്ങളിൽ 3 അവരാണ്, എപ്പോഴും അവർക്കാണ് തീരുമാനിക്കുക. അപ്പോൾ ആ തീരുമാനം ഏകപക്ഷീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചർച്ച നടന്നു. അതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇറാനിലേക്ക് ആയുധങ്ങൾ, ഇതാണ് ഈ ഉപരോധം അനുസരിച്ച് ഒരു തരം ആയുധവും ഇറാനിലേക്ക് ഇറക്കുമതി ചെയ്യാനും പാടില്ല, ഇറാനിൽ നിന്ന് ആരും വാങ്ങാനും പാടില്ല. എന്ന് വെച്ചാൽ ഇറക്കുമതിയും കയറ്റുമതിയും നിരോധിച്ചു. വേറൊന്ന്, ആണവ നിയന്ത്രണം. ഇറാനിലേക്ക് ആണവ ആയുധമോ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയോ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഉപകരണ സൗകര്യങ്ങളോ ആരും തന്നെ ഒരു അംഗരാജ്യവും കൊടുക്കരുത് എന്നാണ്. അതാണ് രണ്ടാമത്തെ കരാറ്. മൂന്നാമത്തെ കാര്യം, ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ ഈ ഇറാൻ്റെ മേൽ കടുത്ത നിയന്ത്രണമുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ എങ്ങാനും നിർമ്മിച്ചാൽ അങ്ങനെ നിർമ്മിക്കുന്നതിനെ ഐക്യരാഷ്ട്രസഭ അറിയണം, അതിന് കാരണം പറയണം, അതിന് UN ബോധ്യപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കരാറിൽ. വേറൊന്നുള്ളത്, ഇറാനുമായി ബന്ധമുള്ള വ്യക്തികൾ, കോർപ്പറേറ്റുകൾ, കമ്പനികൾ, അവരിൽ പലർക്കും 2-3 തരത്തിലുള്ള, ഒന്ന്, ഇറാനുമായി ഇനി അങ്ങോട്ട് ഈ ഉപരോധത്തിന് ശേഷം, ഉപരോധം നിലവിൽ വന്നതിന് ശേഷം ഏതെങ്കിലും വ്യക്തികൾ ഇറാനുമായി ഇടപാടുകൾ നടത്തുക, പ്രസ്ഥാനങ്ങളോ സംഘടനകളോ കോർപ്പറേറ്റുകളോ കമ്പനികളോ ഇടപാടുകൾ നടത്തിയാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അവർക്ക് പിന്നീട് ഇറാനിലേക്ക് പോകാനുള്ള യാത്രാ വിലക്ക് വരും. 2, മാത്രമല്ല അത്തരം വ്യക്തികളെ മറ്റു രാജ്യങ്ങളും വിലക്കും. വേറൊന്ന്, അവരുടെ ആസ്തി മരവിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് രാജ്യത്ത് സമ്പത്തുണ്ടെങ്കിലും UN അംഗമായ ഏത് രാജ്യത്ത് അവർക്ക് സമ്പത്തോ ബാങ്ക് അക്കൗണ്ടോ നിക്ഷേപമോ ഉണ്ടെങ്കിൽ അത് മരവിപ്പിക്കും. എന്ന് പറഞ്ഞാൽ പിന്നീട് അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത്ര ഗുരുതരമായ ഗുരുതരമായ നിബന്ധനകളോട് കൂടിയുള്ള ഒരു പുതിയ നിയന്ത്രണമാണ് വന്നിരിക്കുന്നത്. എന്താണ് സ്ഥിതി എന്ന് വെച്ചാൽ, പതിവ് പോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഈ ഉപരോധത്തെ പിന്തുണച്ചു. ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ ദിവസം സ്വാഭാവികമായിട്ട് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഒക്കെ പിന്തുണച്ചു. അമേരിക്ക ന്യായമായും പിന്തുണച്ചു. ഇറാൻ ആയതുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ അവർക്ക് വേണ്ടിയായിരിക്കും ഈ ഉപരോധം വന്നത്. അതേസമയത്ത് പുതുതായിട്ട് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, റഷ്യയും ചൈനയും അതിശക്തമായിട്ട് എതിർത്തു. പറയുമ്പോൾ ആശയപരമായിട്ടാണെങ്കിൽ റഷ്യക്കും ചൈനക്കും ഒരു യോജിപ്പുമില്ലാത്ത രാജ്യമാണ് ഇറാൻ ആശയപരമായിട്ട്. മാത്രമല്ല അമേരിക്കയെപ്പോലെ തന്നെ റഷ്യയും ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് പറയുന്നവരാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ആയിരുന്നല്ലോ പഴയ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ചൈന അതിനേക്കാളും മാവോയുടെ രാജ്യമാണ്. അപ്പോൾ എന്നിട്ട് പോലും ഇറാനെ ഈ ആപൽ ഘട്ടത്തിൽ ഈ ഏർപ്പാട് ശരിയല്ല, അമേരിക്കയുടെ ഈ കളി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഇറാൻ ഇത് നിയമവിരുദ്ധമാണ്, ഞങ്ങൾ നേരിടും, ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പ്രജിത കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഇറാൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കുറെ കൂടി രൂക്ഷമാകും. വേറൊന്ന്, ഇതിൻ്റെ തിരിച്ചടി എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകും. വേറൊന്ന്, ഗൾഫ് മേഖലയിൽ പുതിയ പ്രതിസന്ധി, പുതിയ സംഘർഷം രൂപം കൊള്ളും. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഈ പുതിയ ഉപരോധം കൊണ്ടുണ്ടാകും. എന്തായാലും ഇറാൻ ഈ ഉപരോധത്തെ അതിജീവിക്കുമെന്നാണ് ഇപ്പോൾ കരുതേണ്ടത്. കാരണം വേറൊന്നുമല്ല, ചൈനയും റഷ്യയും ഒമ്പിച്ച പിന്തുണയുമായി കൂടെയുണ്ട്. ഇന്ത്യയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇറാനുമായി ഇന്ത്യയും ഇപ്പോൾ നല്ല ബന്ധത്തിലാണ്. വ്യാപാര ബന്ധങ്ങൾ നല്ല തോതിൽ നടക്കുന്നു, എണ്ണ ഉൾപ്പെടെയുള്ള നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉപരോധ കാലത്ത് യൂറോപ്യൻ യൂണിയനോ അമേരിക്കയോ ആരൊക്കെ ഇറാനെ ഒറ്റപ്പെടുത്തിയാലും റഷ്യയും ചൈനയും ബ്രിക്സ് രാജ്യങ്ങൾ സഹായത്തോടു കൂടി ഇറാൻ അതിനെ അതിജീവിക്കുമെന്ന് വേണം കരുതാൻ. ഇല്ലെങ്കിൽ ഇറാൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. ആ പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങളാകെ അനുഭവിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.